നമ്മൾ ഈ മാസം സംഘടിപ്പിച്ചിട്ടുള്ള 2 CB പരിപാടിയുടെയും വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള 2 CB പരിപാടിയുടെയും വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ കൃത്യമായി വന്നിട്ടുണ്ടോ എന്നും എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് നമ്മൾ എല്ലാ മാസവും വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നമ്മുടെ അംഗനവാടി തലത്തിൽ 2 CB പരിപാടികൾ വീതം സംഘടിപ്പിക്കേണ്ടതുണ്ട്. തുടർന്ന് ഈ ഒരു CB പരിപാടിയുടെ വിവരങ്ങൾ കൃത്യമായി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ CB പരിപാടിയുടെ വിവരങ്ങൾ കൃത്യമായി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു CB പരിപാടിയുടെ തുക ലഭിക്കുകയുള്ളൂ. ഇനി അഥവാ നമ്മൾ ആ ഒരു CB പരിപാടിയുടെ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ആ ഒരു CB പരിപാടിയുടെ തുക ലഭിക്കുകയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതാത് മാസങ്ങളിൽ സംഘടിപ്പിക്കുന്ന 2 CB പരിപാടികളും പോഷൻ ട്രാക്കറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ അതാത് മാസങ്ങളിൽ തന്നെ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാസം സംഘടിപ്പിച്ചിട്ടുള്ള 2 CB പരിപാടിയുടെയും വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഇവൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ CB എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ മാസത്തെ 2 CB പരിപാടികളും രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു 2 CB പരിപാടിയുടെ തീമും തീയതിയും ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. ഇനി അഥവാ നമ്മൾ ആകെ ഒരു CB പരിപാടിയുടെ വിവരങ്ങൾ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ നമുക്ക് ആ ഒരൊറ്റ CB പരിപാടിയുടെ തീയതിയും തീമും മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമുക്കിവിടെ ഒരു CB പരിപാടിയുടെ തീയതിയും തീമും മാത്രമാണ് കാണുന്നതെങ്കിൽ നമ്മൾ രണ്ടാമത്തെ CB പരിപാടി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ രണ്ടാമത്തെ CB പരിപാടിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അഥവാ നമ്മൾ 2 CBയും രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ നോ ഇവന്റ് ആഡഡ് എന്നാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത്തരത്തിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ 2 CBയും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു CBയുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ 2 CBയുടെയും വിവരങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കില്ല. അതായത് നമ്മൾ ഇന്നൊരു CB പരിപാടിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയാൽ രണ്ടാമത്തെ CB പരിപാടിയുടെ വിവരം ഇന്ന് തന്നെ നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കില്ല. രണ്ടാമത്തെ CB തൊട്ടടുത്ത ദിവസം മാത്രമേ രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നോ ഇവന്റ് ആഡഡ് എന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഇന്ന് ഒരു CB പരിപാടിയുടെ വിവരം രേഖപ്പെടുത്തുക. അതിനുശേഷം നാളെയായിട്ട് അടുത്ത CB പരിപാടിയുടെ വിവരങ്ങളും രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ 2 CB പരിപാടിയും കൃത്യമായി രേഖപ്പെടുത്തുകയും തുടർന്ന് നമ്മൾ 2 CB പരിപാടികളും ഇതേ രീതിയിൽ പോഷൻ ട്രാക്കറിൽ വന്നിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ CB രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യം ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ നമ്മുടെ CBയുടെ തുക നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.